നമസ്കാരം. ഈ ചാനലിൽ നിന്ന് യൂട്യൂബിലേക്ക് ഇതിനു മുമ്പ് കുറച്ച് വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ തയ്യാറാക്കിക്കൊണ്ടിരുന്ന എൻ്റെ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ പെട്ടെന്ന് കേടായതിനാൽ എനിക്ക് കുറച്ച് ദിവസത്തേക്ക് വീഡിയോകൾ തയ്യാറാക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നിരുന്നു. അതിനെ തുടർന്ന് പഴയൊരു ലാപ്ടോപ്പ് സംഘടിപ്പിച്ച് അത് ഉപയോഗിച്ച് കുറച്ച് വീഡിയോകൾ തയ്യാറാക്കിയിരുന്നു. എങ്കിലും ആ ലാപ്ടോപ്പിലെ പല ലെറ്റർ കീകളും വർക്ക് ചെയ്യുന്ന അവസ്ഥയിലായിരുന്നില്ല. അതായത് ടൈപ്പ് ചെയ്യുമ്പോൾ ആ ലെറ്ററുകൾ പതിയുമായിരുന്നില്ല. അത് കാരണം പല വാക്കുകളിലും ഒത്തിരി സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ ഉണ്ടാകുമായിരുന്നു. ഇതുമൂലം ശരിയായ രീതിയിലുള്ള വീഡിയോകൾ യഥാസമയം ഉണ്ടാക്കി അപ്ലോഡ് ചെയ്യുവാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല. മാത്രമല്ല, വിർച്വൽ കീസ് ഉപയോഗിച്ച് ഈ പ്രശ്നം പരിഹരിക്കുവാൻ ശ്രമിച്ചു. എങ്കിലും വിർച്വൽ കീസ് ഉപയോഗിക്കുമ്പോൾ മലയാളം ഫോണ്ട് ടൈപ്പ് ചെയ്യുവാനും കഴിഞ്ഞിരുന്നില്ല. ഇതുമൂലം മാനസികമായ വല്ലാത്ത മുഷിപ്പ് എനിക്ക് തോന്നുകയും ചെയ്തു. ഇതുമൂലം ഇനിമേൽ വീഡിയോകൾ എനിക്ക് അപ്ലോഡ് ചെയ്യുവാൻ കഴിയുകയില്ല എന്നൊരു തോന്നൽ എനിക്കുണ്ടായി. കാരണം അതിനുള്ള ഉപകരണം എൻ്റെ കൈവശം ഇല്ലാത്തത് കൊണ്ടാണ് എനിക്കങ്ങനെ ആ ഒരു തോന്നൽ ഉണ്ടായത്. ഇക്കാരണത്താൽ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരുന്ന എൻ്റെ വീഡിയോകൾ ഡിലീറ്റ് ചെയ്ത് കളയുകയും ചെയ്തു. കാരണം ആ വീഡിയോസ് കാണുന്നവർ വീണ്ടും വീഡിയോകൾ പ്രതീക്ഷിക്കും എന്നുള്ളത് കൊണ്ടാണ് ഞാനത് മുഴുവനും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്. ഇതറിഞ്ഞ എൻ്റെ സുഹൃത്തുക്കളിൽ പലരും എന്നെ ശകാരിക്കുകയും ഇത് വീണ്ടും തുടരണമെന്ന് ഉപദേശിക്കുകയും നിർബന്ധിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പുതിയൊരു കമ്പ്യൂട്ടർ വാങ്ങി വീണ്ടും വീഡിയോകൾ അപ്ലോഡ് ചെയ്യുവാൻ ശ്രമിക്കുകയാണ്. എൻ്റെ ഇതുവരെയുള്ള ബുദ്ധിമുട്ടുകൾ, വിഷമതകൾ ഒക്കെ മനസ്സിലാക്കി മാന്യ വ്യൂവേഴ്സ് എന്നോട് സഹകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈസ്, ആം, ആർ ഈ 3 വാക്കുകൾക്കും ആകുന്നു അല്ലെങ്കിൽ ആണ് എന്നാണ് അർത്ഥം. ഈ വാക്കുകളുടെ ഉപയോഗത്തെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് വിശദമായി പഠിക്കുന്നത്. ഇംഗ്ലീഷിലെ സർവനാമങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. അത് സിംഗുലർ, ഏകവചനം, പ്ലൂറൽ, ബഹുവചനം എന്നിങ്ങനെ 2 ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇടതുഭാഗത്ത് തന്നിരിക്കുന്നത് സിംഗുലർ അഥവാ ഏകവചന സർവനാമങ്ങളാണ്. വലതുവശത്ത് തന്നിരിക്കുന്നത് ബഹുവചന സർവനാമങ്ങളുമാണ്. ഏറ്റവും അടിയിലായി ഇടതുഭാഗത്ത് ഒരു നാമം തന്നിട്ടുണ്ട്. ഇന്ദു എന്നു പേരുള്ള ഒരു നാമം തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പ്ലൂറലിൻ്റെ കീഴിൽ ഇന്ദു, ആൻഡ്, ബിന്ദു എന്നിങ്ങനെ ബഹുവചന രൂപത്തിലുള്ള നാമങ്ങളും തന്നിട്ടുണ്ട്. ഇവയുടെയൊക്കെ കൂടെയാണ് സാധാരണഗതിയിൽ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇവയുടെ അർത്ഥം നോക്കാം. പ്രോനൗൺസ് സർവനാമങ്ങൾ, അതായത് ഒരു നാമത്തിന് പകരം ഉപയോഗിക്കുന്ന വാക്കിനെയാണ് സർവനാമം എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത്, അതായത് പ്രോനൗൺ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു നാമത്തിന് പകരം ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ, ഞാൻ ഇന്ന് രാജനെ കണ്ടു, അവൻ വളരെ ക്ഷീണിതനായിരുന്നു എന്ന ഒരു മലയാള ആ സെൻറ്റൻസ് എടുക്കുമ്പോൾ, ഞാൻ ഇന്ന് രാജനെ കണ്ടു. രാജൻ എന്നത് ഒരു നാമമാണ്. പിന്നീട് ഞാൻ പറഞ്ഞു അവൻ ക്ഷീണിതനായിരുന്നു. ഈ അവൻ എന്ന് പറയുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് രാജനെയാണ്. അപ്പോൾ രാജന് വീണ്ടും രാജനെന്ന് പറയാതെ നമ്മൾ ആ നാമത്തിനെ മറ്റൊരു വാക്കുകൊണ്ട് സൂചിപ്പിച്ചു. അപ്പം ഒരു നാമത്തിന് പകരം ഉപയോഗിക്കുന്ന മറ്റൊരു വാക്കാണ് സർവനാമം എന്ന് പറയുന്നത്. ഇവിടെ സർവനാമങ്ങൾ ഐ, ഞാൻ, അത് സിംഗുലറാണ്. അതിൻ്റെ നേരെ വലതുവശത്ത് വി, അതിൻ്റെ പ്ലൂറൽ ബഹുവചനമാണ്. ഐ, ഞാൻ, വി, ഞങ്ങൾ. ആദ്യം ഇടതുവശത്ത് വായിക്കുക, പിന്നീട് നേരെ വലത്തോട്ട് പോവുക. ആ രീതിയിൽ ഇത് വായിക്കുക. ഐ, ഞാൻ, വി, ഞങ്ങൾ. യു, നീ, യു, നിങ്ങൾ. ഇവിടെ ഇംഗ്ലീഷിൽ യു എന്നൊരൊറ്റ വാക്കേ ഉള്ളൂ. അത് സാധാരണഗതിയിൽ പ്ലൂറൽ ഫോമായിട്ടാണ് പരിഗണിക്കുന്നത്. പക്ഷെ നമ്മൾ മലയാളത്തിൽ അർത്ഥമെടുക്കുമ്പോൾ നീ എന്ന ഏകവചനാർത്ഥവും അതിന് കൊടുക്കാറുണ്ട്, നിങ്ങൾ എന്ന ബഹുവചനാർത്ഥവും അതിന് കൊടുക്കാറുണ്ട്. ഇംഗ്ലീഷിൽ പൊതുവെ യു എന്നത് പ്ലൂറൽ ഫോമായിട്ടാണ് പരിഗണിക്കുക. ഹി, അവൻ അല്ലെങ്കിൽ അയാൾ അല്ലെങ്കിൽ അദ്ദേഹം, അങ്ങനെ 3 അർത്ഥം ഹീക്കുണ്ട്. ഷീ, അവൾ, ഇറ്റ്, അത്. ഹി, ഷീ, ഇറ്റ് ഇത് 3നും കൂടി ഒരൊറ്റ
ഒരൊറ്റ ബഹുവചന രൂപമാണ് ഇംഗ്ലീഷിലുള്ളത്. അത് ദേ എന്ന വാക്കാണ്. ദേയ്ക്ക് അവർ എന്നോ അവ എന്നോ അർത്ഥമുണ്ട്. അടുത്തത് നാമമാണ്. ഇന്ദു എന്നത് ഒരു നാമം, ഏകവചന നാമമാണ്. അടുത്ത് ഇന്ദു ആൻഡ് ബിന്ദു, ഇന്ദുവും ബിന്ദുവും എന്നത് ബഹുവചന നാമരൂപങ്ങളുമാണ്. ഇവയുടെ കൂടെയാണ് സാധാരണഗതിയിൽ നമ്മൾ പഠിക്കുവാൻ പോകുന്ന ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ എന്ന വാക്ക് ഉപയോഗിക്കേണ്ടത്. ഇംഗ്ലീഷിൽ ഈസ്, ആം, ആർ എന്നീ വാക്കുകൾ ഏതേത് സർവനാമങ്ങളുടെയും നാമങ്ങളുടെയും കൂടെ ഉപയോഗിക്കുന്നു എന്നാണ് ഇനി നമ്മൾ നോക്കുന്നത്. പ്രോനൗൺസ് എന്ന് വെച്ചാൽ സർവനാമങ്ങൾ, അത് നമ്മൾ പറഞ്ഞു. സിംഗുലർ, പ്ലൂറൽ എന്നീ ഗ്രൂപ്പുകളായിട്ട് അത് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈസ്, ആം, ആർ എന്നീ വാക്കുകൾ ഏത് സർവനാമങ്ങളുടെയും നാമങ്ങളുടെയും കൂടെ കറക്റ്റായിട്ട് ഉപയോഗിക്കേണ്ടത് എന്ന് നമ്മൾ പഠിക്കുകയാണ്. ഐയുടെ കൂടെ ആം എന്ന വാക്കാണ് ചേർക്കേണ്ടത്. അയാം, ഞാൻ ആകുന്നു. അയാം, ഞാൻ ആകുന്നു. അതിൻ്റെ പ്ലൂറൽ വി ആർ, ഞങ്ങൾ ആകുന്നു. യു ആർ, നീ ആകുന്നു. അടുത്ത യു ആർ, നിങ്ങളാകുന്നു. ഹി ഈസ്, അവൻ ആകുന്നു. ഷീ ഈസ്, അവൾ ആകുന്നു. ഇറ്റ് ഈസ്, അത് ആകുന്നു. ഹി ഈസ്, ഷീ ഈസ്, ഇറ്റ് ഈസ്. ഇത് മൂന്നിനും കൂടി ഒരൊറ്റ ബഹുവചന രൂപമാണ്. ദേ ആർ, അവർ ആകുന്നു അല്ലെങ്കിൽ അവ ആകുന്നു. അടുത്ത നാമം ഏകവചനം ഇന്ദു. ഇന്ദുവിൻ്റെ കൂടെ അത് ഏകവചനമായതുകൊണ്ട് ഈസാണ് വരേണ്ടത്. ഇന്ദു ഈസ്, ഇന്ദു ആകുന്നു. ഇന്ദു ആൻഡ് ബിന്ദു ബഹുവചന രൂപമായതുകൊണ്ട് അതിൻ്റെ കൂടെ ആറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇന്ദുവും ബിന്ദുവും ആകുന്നു. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാവുന്നത് ആം എന്ന വാക്ക് ആകുന്നു എന്ന അർത്ഥത്തിൽ ഞാൻ എന്ന അർത്ഥമുള്ള ഐയുടെ കൂടെ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. ഐയുടെ കൂടെ മാത്രം ഞാൻ ആകുന്നു എന്ന അർത്ഥത്തിൽ ആം എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. അല്ലാതെ ആമിന് മറ്റു ഉപയോഗ രീതികളൊന്നും തന്നെ ഇല്ല. ഇനി ആർ എന്ന വാക്ക് എല്ലാ ബഹുവചന രൂപങ്ങളുടെയും കൂടെയാണ് ആകുന്നു എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ സിംഗുലറിന് താഴെ വരുന്ന യുവിൻ്റെ കൂടെയും ആറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷെ നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു, ഇംഗ്ലീഷിൽ യു എന്നത് ബഹുവചന രൂപമായിട്ടാണ് പരിഗണിക്കുന്നത്. അതുകൊണ്ട് യുവിൻ്റെ കൂടെ എപ്പോഴും ആർ തന്നെ വേണം ഉപയോഗിക്കുവാൻ. അടുത്ത് ഹി ഈസ്, ഷീ ഈസ്, ഇറ്റ് ഈസ്. ഈ മൂന്ന് സർവനാമങ്ങളും ഏകവചന സർവനാമങ്ങളാണ്. ഏകവചന സർവനാമങ്ങളുടെ കൂടെ ഈസാണ് ഉപയോഗിക്കേണ്ടത്. ഇവയുടെ ബഹുവചന രൂപം ദയ്യാണ്. ദയ്യുടെ കൂടെ അത് ബഹുവചനമായതുകൊണ്ട് ആർ എന്ന വാക്ക് വേണം ഉപയോഗിക്കുവാൻ. അതുപോലെ ഏകവചന നാമത്തിൻ്റെ കൂടെ ആകുന്നു എന്ന അർത്ഥത്തിൽ ഈസ് വേണം ഉപയോഗിക്കുവാൻ. ബഹുവചന നാമങ്ങളുടെ കൂടെ ആകുന്നു എന്ന അർത്ഥത്തിൽ ആർ എന്ന വാക്ക് വേണം ഉപയോഗിക്കേണ്ടത്. ഇനി ഈസ്, ആം, ആർ ഇതിൽ ഓരോന്നും ഉപയോഗിച്ച് സെൻറ്റൻസുകൾ എങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് നോക്കാം. സെൻറ്റൻസസ് വാചകങ്ങൾ സിംഗുലർ ഇടതുവശത്ത് തന്നിട്ടുണ്ട്, പ്ലൂറൽ വലതുഭാഗത്തും തന്നിട്ടുണ്ട്. ഐ ആം ഡ്രിങ്കിങ് വാട്ടർ, ഞാൻ വെള്ളം കുടിക്കുകയാകുന്നു. അത് ഏകവചനമാണ്. വി ആർ ഡ്രിങ്കിങ് വാട്ടർ, ഞങ്ങൾ വെള്ളം കുടിക്കുകയാണ്. യു ആർ വാച്ചിങ് ടി വി, നിങ്ങൾ ടി വി കാണുകയാണ്. യു ആർ വാച്ചിങ് ടി വി, നിങ്ങൾ ടി വി കാണുകയാണ്. ആദ്യത്തെ യു ആറിന് നീ എന്ന അർത്ഥം വേണമെങ്കിൽ നമുക്ക് സിംഗുലർ ആയതുകൊണ്ട് അങ്ങനെ കൊടുക്കാം. യു ആർ വാച്ചിങ് ടി വി, നീ ടി വി കാണുകയാണ്. അടുത്ത് പ്ലൂറൽ ഫോമിൽ യു ആർ വാച്ചിങ് ടി വി, നിങ്ങൾ ടി വി കാണുകയാണ്. ഹി ഈസ് എ ഡോക്ടർ, അദ്ദേഹം ഒരു ഡോക്ടറാണ്. ദേ ആർ ഡോക്ടേഴ്സ്, അവർ ഡോക്ടറന്മാർ ആകുന്നു. ഷീ ഈസ് എ ടീച്ചർ, അവൾ ഒരു അധ്യാപികയാണ്. ദേ ആർ ടീച്ചേഴ്സ്, അവർ അധ്യാപകരാണ്. ഇറ്റ് ഈസ് എ കൗ, അത് ഒരു പശുവാണ്. ദേ ആർ കൗസ്, അവ പശുക്കളാണ്. ഇന്ദു ഈസ് എ സ്റ്റുഡൻറ്റ്, ഇന്ദു ഒരു വിദ്യാർത്ഥിനിയാണ്. ഇന്ദു ആൻഡ് ബിന്ദു ആർ സ്റ്റുഡൻസ്, ഇന്ദുവും ബിന്ദുവും വിദ്യാർത്ഥിനികളാണ്.